ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡെക്കാത്തലോണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ് ഗോഗിൾസ് വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഗോഗിൾസ് കേടായി, അപ്പോൾ സ്കൂളിലേക്ക് ഗോഗിൾസ് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റവും വലിയ ഡെക്കാത്തലോൺ ഈ സർജാപൂരുള്ളതാണ് കേട്ടോ. ബാംഗ്ലൂർ ഇതിലും വലിയ ഡെക്കാത്തലോൺ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ പല വീഡിയോസിലും ഡെക്കാത്തലോൺ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്പോർട്സ് വെയർ ഐറ്റംസ് അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ പൊതുവേ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇവിടെ നിന്ന് തന്നെയാണ് ഓപ്റ്റ് ചെയ്യാറും. ഇവിടുത്തെ ബാക്ക് പാക്സ്, അതുപോലെ ഹൈക്കിംഗ് ഷൂസ്, ക്യാമ്പിംഗ് ടെൻറ്റ്സ്, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെയാണ്. ഇവിടെ പിന്നെ ബിഗിനർ ലെവലിലാണെങ്കിലും അതുപോലെ ഇൻ്റർമീഡിയറ്റ് ലെവലിലോ അഡ്വാൻസ്ഡ് ലെവലിലൊക്കെയുള്ള സ്പോർട്സ് വെയർ ഐറ്റംസോ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങളും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എക്സസൈസ് സംഭവങ്ങളൊക്കെ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നന്ദുവിന് സൈക്കിൾ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ സൈക്കിളാണെന്നുണ്ടെങ്കിലും എല്ലാ റേഞ്ചിലുള്ളതുണ്ട് കേട്ടോ. അതായത് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ളതും ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, റേഞ്ച് കുറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഹയർ റേഞ്ചിലുള്ളതും ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇപ്പോൾ സൈക്കിൾസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസറീസൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം. ഇപ്പോൾ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിലും ബെല്ലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സംഭവങ്ങളും സൈക്കിളിൻ്റെ കൂടെ ഉണ്ടാവില്ല. എല്ലാം നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം. അങ്ങനെ വരുമ്പോൾ കുറച്ച് എന്താ പറയുക, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ കുറച്ച് എമൗണ്ട് കൂടും. ബാക്കി വെറൈറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് എല്ലാം തന്നെയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നന്ദുവിനും കൂടെ ഒരു സൈക്കിൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത് കേട്ടോ. അതായത് ഇപ്പോൾ അഡൽട്ട് സൈക്കിൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷേ നോക്കി വന്നപ്പോൾ എന്താ പറയുക, അഡൽട്ട് സൈക്കിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്ദുവിന് ഹൈറ്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം എല്ലാം കൂടെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കാനുള്ള സ്പേസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെൻറ്റിന് അവൈലബിൾ ആണ്. അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എത്ര സമയത്തേക്കാണെന്ന് വെച്ചാൽ സൈക്കിൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചാൽ നമ്മളിപ്പോൾ എത്ര നാൾ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ സൈക്കിൾ കണ്ടപ്പോൾ എനിക്കും ചവിട്ടി നോക്കാനുള്ളൊരു ആഗ്രഹം ഒക്കെ തോന്നിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ടൈമിങ്ങിലൊക്കെ ഒരു 3 വർഷമൊക്കെ സൈക്കിളിലായിരുന്നു ഞാൻ സ്കൂളിൽ പോയിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മകളും സംഭവങ്ങളും, പിന്നെ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സസൈസ് തന്നെയല്ലേ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ നന്ദുവിന് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചു. പിന്നെ ചൂച്ചുവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് സ്കൂട്ടറും വാങ്ങിച്ചു കേട്ടോ. അത് 100 kg വരെ, അതായത് അഡൽട്ട്സിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. സൈക്കിൾ പക്ഷേ ഒരു 40 kg ഒക്കെ വരെ ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കിഡ്സിൻ്റെ സൈക്കിളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സൈക്കിളൊക്കെ ചവിട്ടി കണ്ടപ്പോൾ പിന്നെ എനിക്കും സൈക്കിൾ ചവിട്ടാനൊരു ആഗ്രഹം. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്ന്. ആക്സസറീസ് ആണെങ്കിൽ അവർ തന്നെ ഫിക്സ് ചെയ്ത് തന്നു കേട്ടോ. ഇവിടെ വർക്ക്ഷോപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവർ തന്നെ അപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് തന്നു. ഒന്നില്ലെങ്കിൽ ഈ സൈക്കിൾ, സ്കൂട്ടർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകുമ്പോൾ കാറിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ പോർട്ടർ എന്ന് പറഞ്ഞ ആപ്പ് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാനും സൈക്കിൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ചവിട്ടണതെന്ന് തന്നെ പറയാം. പക്ഷേ സ്കൂളിൽ പഠിച്ചിരുന്ന ആ ഒരു സമയത്തൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു സൈക്കിൾ. അപ്പോൾ ഞാനും പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും സൈക്ലിംഗ് ക്ലബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ബാംഗ്ലൂരൊക്കെ ഒരുപാട് ക്ലബ്സ് ഉണ്ട്. ബാംഗ്ലൂർ എന്നല്ല, നാട്ടിലും ഒരുപാട് ക്ലബ്സൊക്കെ ഉണ്ട്. അവരുടെ അതിൽ ജോയിൻ ചെയ്തിട്ട് അതുപോലെയുള്ള ട്രിപ്സ് കാര്യങ്ങളൊക്കെ പോകാനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് ഗിയറുള്ള ഒരു സൈക്കിളായിരുന്നു കേട്ടോ. മോന് വാങ്ങിച്ചതാണെങ്കിൽ സാധാരണ സൈക്കിൾ തന്നെയായിരുന്നു. സൈക്കിളും അതിൻ്റെ അത്യാവശ്യം വേണ്ട ആക്സസറീസ് കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു ഞായറാഴ്ച അത് ഇങ്ങനെ അവസാനിക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് പുറത്ത് പോയതും ഒക്കെ എടുത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേ ആണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ എന്താ പറയുക, ഫുഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ കുട്ടികളിനേക്കാളും മടി എനിക്കാണ് രാവിലെ എണീക്കാൻ പലപ്പോഴും. അതായത് പ്ലാൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മടി കാര്യങ്ങളൊന്നുമില്ല. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, രാത്രിയൊക്കെ ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്താന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, പിന്നെ രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു എന്താ പറയുക, ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് കിച്ചണൊന്നും ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വെജിറ്റബിൾസും ചിക്കനൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം
വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കൻ കണ്ടില്ലേ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നത്, ഫ്രീസറിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ തണുപ്പ് മാറാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ടൈമിംഗ് ആണെങ്കിൽ വളരെ നേരത്തെയാണ്. 7:15 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ വളരെ എളുപ്പത്തിന് എന്താ പറയുക, റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കി അരിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുത്ത് നമുക്കൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്തു വന്നു. ചിക്കൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലൊക്കെ ഒന്ന് ഒരു വിസിൽ ആവണത് വരെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് അതിന് ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ബ്രെഡ് ടോസ്റ്റും എന്താ പറയുക, ഓംലേറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ട ക്യാപ്സിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ചിക്കൻ മാത്രം ഇട്ടിട്ടുള്ള റൈസ് വേണോ, വെജിറ്റബിൾസ് വേണോ, അങ്ങനെയുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തത് ഒക്കെ. പിന്നെ ഞാൻ തലേ ദിവസം അങ്ങനെ കട്ട് ചെയ്ത് വെക്കൽ സാധാരണ ഇല്ല. രാവിലെ എണീറ്റിട്ട് തന്നെയാണ് കട്ട് ചെയ്യലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. രാവിലെ 5 മണിയൊക്കെ ആവുന്ന സമയത്ത് എഴുന്നേൽക്കാറുണ്ട്. അപ്പോഴാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ. പിന്നെ ഒരു കടായിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് അതൊന്ന് വഴിച്ചെടുത്തു. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വഴന്ന് വരണ ആ ഒരു സമയത്ത് പിന്നെ അതിലേക്കൊരു 4 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് എന്താ പറയുക, ഒന്ന് കൊത്തി പൊരിച്ച് എടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് 2 കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് 2 കുട്ടികളുടെയും ടേസ്റ്റുകൾ വ്യത്യാസമായിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നന്ദുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും തന്നെ കഴിക്കും. പക്ഷെ ചൂച്ചു സെലക്റ്റീവായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ 2 പേർക്ക് 2 രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ ഒന്ന് കൊത്തി പൊരിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ മുറിച്ച് വേവിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ വേറൊരു പാനിലേക്കാണ് ഞാൻ സവോളയും ക്യാപ്സിക്കോ ഒക്കെ എന്താ പറയുക വഴറ്റിയെടുക്കണത്. ചിക്കനിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം വേവിച്ച് വെച്ച ബസ്മതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിൽ വഴന്നു വന്നു. അപ്പോൾ 2 പാത്രത്തിൽ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കണത്. ഒരാൾ എല്ലാ വെജിറ്റബിൾസും കഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്കുള്ള ടിഫിൻ ബോക്സിൽ റൈസ് ആക്കിയതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് അതിൽ മിക്സ് ചെയ്തു. ഞങ്ങളൊക്കെ പിന്നെ എല്ലാ വെജിറ്റബിൾസും കഴിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ടിഫിൻ ബോക്സ് റെഡിയായി. ഒരു ചിക്കനും വെജിറ്റബിൾസൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു റൈസ്, ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു റൈസ്. പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും പേരയ്ക്ക് കട്ട് ചെയ്തതൊക്കെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.